ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പടച്ചറബിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അവൻ്റെ ദീൻ കേൾക്കാൻ, പഠിക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. നമ്മളിൽ നിന്ന് ഈ കർമ്മം പരിപൂർണ അർത്ഥത്തിൽ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഇരുത്തങ്ങളൊന്നും വെറുതെയല്ല എന്ന ബോധവും ശ്രദ്ധയും നമ്മെ സംബന്ധിച്ചിടത്തോളം വേണം. ദീൻ പഠിക്കാൻ നാം അനുഭവിക്കുന്ന ത്യാഗങ്ങളൊക്കെ തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ മഹത്തായ പ്രതിഫലത്തിന് കാരണമാകുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പഠിക്കുമ്പോൾ ഇഖ്ലാസ് നഷ്ടപ്പെടുത്താതെ നിയ്യത്തിനെ ശുദ്ധീകരിച്ചുകൊണ്ട് തന്നെ പഠനരംഗത്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മൾ 2 ആഴ്ചകളിലായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അദ്ദേഹം ജീവിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചതും ഈ ഉമ്മത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനവും കർമ്മങ്ങൾ ചെയ്യുന്നിടത്ത് അദ്ദേഹം എന്നും മുന്നിലായിരുന്നു എന്ന കാര്യവും സ്വതക്ക കൊടുക്കുന്നിടത്തും ഏതൊരു പ്രവർത്തനങ്ങളെ പരിശോധിച്ചാലും എല്ലാത്തിലും മുമ്പിൽ വരാനുള്ള അദ്ദേഹത്തിൻ്റെ ത്യാഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ വിഷയങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ഇനി അദ്ദേഹത്തിൻ്റെ ഖലീഫയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിലൂടെ ഇസ്ലാമിന് ലഭിച്ച ധാരാളം നേട്ടങ്ങളും ഇസ്ലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിലൂടെ നൽകിയ ധാരാളം വിജയങ്ങളും ആണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കേൾക്കാത്ത ധാരാളം യുദ്ധങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഖലീഫമാരുടെ കാലഘട്ടങ്ങളിൽ നടന്നു പോയിട്ടുള്ള ധാരാളം യുദ്ധങ്ങൾ, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി കടന്നു വന്ന ധാരാളം വ്യക്തിത്വങ്ങളെയും ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട്. ഹിജ്റയുടെ 11ാമത്തെ വർഷത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തു നിന്ന് വഫാത്താകുന്നത്. ഹിജ്റ 11-ൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ നബിക്ക് ശേഷം മുസ്ലിങ്ങളുടെ നേതൃത്വം ആരാണ് ഏറ്റെടുക്കേണ്ടത് എന്ന വിഷയത്തിൽ മുഹാജിറുകളായ സ്വഹാബികളും അൻസാരികളായ സ്വഹാബികൾക്കിടയിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. ചിലർ പറഞ്ഞു മുഹാജിരിങ്ങളാണത് ഏറ്റെടുക്കേണ്ടത്. അല്ല, ചില സ്വഹാബികൾ പറഞ്ഞു അൻസാരികളാണ് എല്ലാം കൊടുത്ത് പ്രവാചകനെ സ്നേഹിച്ചവർ, ആ നിലക്ക് അവരാണ് അത് ഏറ്റെടുക്കേണ്ടത് എന്ന അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഒടുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം
ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠവര്യൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സാക്ഷ്യപ്പെടുത്തിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ് എല്ലാവരും മുഹാജിരീങ്ങൾക്കോ അൻസാരിങ്ങൾക്കോ അഭിപ്രായ വ്യത്യാസമില്ലാത്ത രൂപത്തിൽ ഏകകണ്ഠമായി അവർ തെരഞ്ഞെടുത്തത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്ന് നാട്ടിലില്ല. കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്താണ് അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്തായി എന്ന വിവരം അദ്ദേഹം അറിയുന്നത്. ഈ വിവരം അറിയുമ്പോൾ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന, അത് അംഗീകരിക്കാൻ മാനസികമായി പറ്റാത്ത ഉമർ റളിയല്ലാഹു അൻഹുവിനെയും മറ്റനേകം സ്വഹാബികളെയുമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണുന്നതും കേൾക്കുന്നതും എന്നൊക്കെ ചരിത്ര വായനകളിൽ കാണാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരികയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിത്തടത്ത് മുത്തം കൊടുക്കുകയും എന്നിട്ട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ മരണപ്പെട്ടിട്ടുണ്ട്. ഈയൊരു ഭാഗത്തെ എടുത്തുകൊണ്ടാണ് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നത്. മരണപ്പെട്ട വ്യക്തിയെ മുത്തം കൊടുക്കാൻ പറ്റുമോ എന്ന ചർച്ചയിൽ പണ്ഡിതന്മാർ പറഞ്ഞു, പറ്റും. അദ്ദേഹത്തിൻ്റെ നെറ്റിത്തടത്തോ അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ടവരാണെങ്കിൽ അദ്ദേഹത്തിന് മറ്റു ഭാഗങ്ങളിലോ മുത്തം കൊടുക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നത് ഈയൊരു ചരിത്രത്തെ എടുത്തുകൊണ്ടാണ്. എന്തായിരുന്നാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലേക്ക് മുത്തം കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി, അള്ളാഹുവിൻ്റെ റസൂല് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുണ്ട്. ഇന്നക മയ്യത്തുൻ വ ഇന്നഹും മയ്യത്തുൻ, തീർച്ചയായും താങ്കൾ മരണപ്പെടും, അവരും മരിക്കുന്നതാണ് എന്ന പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ ഓതിക്കേൾക്കുമ്പോൾ സ്വഹാബത്ത് പറയുന്നുണ്ട്, ഞങ്ങൾ ഈ ആയത്തിനെ കേട്ടപ്പോൾ വിചാരിച്ചു ഇപ്പോൾ ഇറങ്ങിയ ആയത്താണോ എന്ന് ഞങ്ങൾ വിചാരിച്ചു പോയി. അത്രമേൽ പ്രവാചകൻ്റെ വിയോഗം പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത സ്വഹാബികൾ, അത്രയും സ്നേഹിച്ചിരുന്നു അവർ ആ പ്രവാചകനെ. അത്രയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാത്തിനേക്കാളും ഉപരി അവർക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞിരുന്നു എന്നത് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമാണ്. ഇതിനു ശേഷമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ എടുക്കാൻ സമയം വൈകിയതിൻ്റെ കാരണം പണ്ഡിതന്മാർ ചർച്ച ചെയ്യുമ്പോൾ അവർ പഠിപ്പിച്ചത്, അടുത്ത ഖലീഫയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള സാവകാശമായിരുന്നു അത് വൈകുന്നതിനുള്ള കാരണമായി പഠിപ്പിച്ചത്. അതല്ലാതെ അത് ഏതെങ്കിലും സുന്നത്തിനെതിരായവർ പ്രവർത്തിച്ചതോ അതല്ലെങ്കിൽ ഇനി എല്ലാവരും സ്വീകരിക്കേണ്ട ഒരു മാനദണ്ഡമോ ആയി പഠിപ്പിക്കപ്പെട്ട കാര്യമല്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജനാസ അവിടെ ഉണ്ടാകുമ്പോൾ അത് മുമ്പിൽ വെച്ച് ഒരിക്കലും ഈ വിഷയത്തിൽ വലിയൊരു തർക്കം ഉണ്ടാവുകയില്ല എന്നത് സത്യമാണ്. അതുകൊണ്ട് ആ തർക്കങ്ങളെ വേഗം പരിഹരിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസയെ അടക്കം ചെയ്യാനുള്ള ശ്രദ്ധയായിരുന്നു സഹാബത്തിനുണ്ടായിരുന്നത്. ഇതൊക്കെ ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒന്നാമത്തെ ഖലീഫയെ തിരഞ്ഞെടുക്കുന്നിടത്തുള്ള ശ്രദ്ധേയമായ ഭാഗങ്ങളാണ്. ചില ആളുകളെങ്കിലും ചോദിക്കാറുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജനാസ അവിടെ നിന്ന് 3 ദിവസം അതല്ലെങ്കിൽ വൈകിയാണല്ലോ എടുത്തത് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ കാരണം വെറുതെ വൈകിപ്പിച്ചതല്ല, ഒരു ഉമ്മത്തിൽ ഫിത്നയുണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധയുടെ ഭാഗമായിട്ടാണ് അത് വൈകിപ്പിക്കാനുള്ള കാരണം എന്ന ബോധം, ആ ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം എന്നതാണ്. നമ്മുടെ മേലുള്ള സുന്നത്ത് എന്താണ്? പെട്ടെന്ന് ജനാസയെ എടുക്കുക എന്നതാണ്. ഇമാം അൽബാനി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്ന ചില വാചകങ്ങൾ അദ്ദേഹത്തിൻ്റെ
കിതാബുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞു, ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ എൻ്റെ മക്കളെപ്പോലും നിങ്ങൾ അറിയിക്കരുത്. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, എന്താണ് മക്കളെപ്പോലും അറിയിക്കാതെ താങ്കളുടെ ജനാസയെ മറമാടണമെന്ന് പറയാനുള്ള കാരണം? അദ്ദേഹം പറഞ്ഞത്, എൻ്റെ മക്കൾ വിദൂരങ്ങളിലാണ്. എൻ്റെ മക്കൾ ഇവിടെ വന്ന് എൻ്റെ ജനാസയെ ഒപ്പം കൂടണമെങ്കിൽ ആ ജനാസയെ, ആ മയ്യത്തിനെ നിങ്ങൾ അവിടെ അവർക്ക് വേണ്ടി കാത്തുവെക്കേണ്ടി വരും. അവിടെ പ്രവാചകൻ്റെ ഒരു സുന്നത്താണ് നഷ്ടപ്പെടുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു സുന്നത്തിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഉപ്പയോടുള്ള സ്നേഹം അവർ എന്ത് ചെയ്യേണ്ടതില്ല, പൂർത്തിയാക്കേണ്ടതില്ല എന്ന രൂപത്തിൽ അദ്ദേഹം ശക്തമായ ഭാഷയിൽ അത് പറയുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ജനാസയെ പെട്ടെന്നെടുക്കാൻ പഠിപ്പിച്ച പ്രവാചകൻ്റെ അധ്യാപനങ്ങൾക്കൊരിക്കലും എതിരല്ല ആ പ്രവർത്തനങ്ങൾ സ്വഹാബത്ത് ചെയ്തത് എന്ന് നമ്മൾ കൃത്യമായി പഠിക്കണം. അവിടെ കാരണം എന്താണ്? ഒരുപക്ഷെ പ്രവാചകൻ്റെ ജനാസ അടക്കം ചെയ്തിട്ടാണ് അടുത്ത ഖലീഫയെ തെരഞ്ഞെടുക്കാൻ വേണ്ടി ഒരുങ്ങുന്നതെങ്കിൽ ആ ചർച്ച തീരുമായിരുന്നില്ല, ആ ചർച്ച നീണ്ടുപോകുമായിരുന്നു, ആ ചർച്ച ഒരുപക്ഷെ വലിയ ബഹളങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയാറുണ്ട്, ചില അനന്തര സ്വത്ത് വീതം വെക്കുന്നിടത്തൊക്കെ പണ്ഡിതന്മാരുടെ ചർച്ചകളിൽ കാണാം, പെട്ടെന്ന് മരണപ്പെട്ട് അതിൻ്റെ വേദനകൾ മായും മുമ്പ് എന്ത് ചെയ്യട്ടെ, അനന്തര സ്വത്തുക്കൾ വീതം വെക്കട്ടെ. എന്തേ കാരണം? വാപ്പാൻ്റെ സ്വത്ത് വീതം വെക്കുമ്പോൾ വലിയ പിടിവാശിയൊന്നും ഇല്ലാതിരിക്കാൻ, ആ വാപ്പ മരണപ്പെട്ടു എന്ന വാർത്തയുടെ മനസ്സിൻ്റെ വേദന അവനിൽ നിന്ന് നഷ്ടപ്പെടുന്നതിന് മുമ്പ് ആകുമ്പോൾ എന്തുണ്ടാവില്ല, അതിൻ്റെ പേരിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കുറവാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞു, വാപ്പയൊക്കെ മരിച്ചു, മാസങ്ങളും കൊല്ലങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടാണ് വീതം വെക്കാൻ പോകണമെങ്കിൽ എന്ത് ചെയ്യും? അപ്പോഴത്തേനും ഇവൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടാകും, ആ റോഡ് സൈഡുള്ള സ്ഥലം അതാണ് കൂടുതൽ വില കിട്ടുന്നത്, അപ്പോൾ അതെനിക്ക് തന്നെ കിട്ടണം, പെങ്ങന്മാർക്ക് കൊടുക്കാൻ പറ്റൂല, അല്ലെങ്കിൽ അനിയന് കൊടുക്കാൻ പറ്റൂല, അനിയത്തിക്ക് കൊടുക്കാൻ പറ്റൂല, ഉമ്മാടെ വീതം അവിടെ കൊടുക്കാൻ പറ്റൂല, അതൊക്കെ എനിക്ക് വേണം, അതിനെന്തെങ്കിലും ഒരു കളി കളിക്കണം, എന്തെങ്കിലും ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള എല്ലാ തരികിടകളും ഒക്കെ പഠിച്ച് ആ സ്ഥലത്തിൻ്റെ വിലയൊക്കെ അറിഞ്ഞ് അവൻ അപ്പോഴത്തേനും വരും. എന്നിട്ടോ പിടിവാശിയും ബഹളവും രക്തബന്ധങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളും അവിടെ ഉണ്ടാകും. അതിനൊക്കെ ഫിത്ന കുറുക്കാൻ വേണ്ടി പണ്ഡിതന്മാർ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നിടത്ത് പഠിപ്പിക്കുന്നുണ്ട്. എന്തായിരുന്നാലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തെരഞ്ഞെടുക്കുന്നിടത്ത് എന്തു ചെയ്തു? ഇവരൊക്കെ ഒരേപോലെ സ്വഹാബത്തൊക്കെ ഏകകണ്ഠമായി അവർ അംഗീകരിച്ചു. സ്വഹാബികൾക്ക് അദ്ദേഹത്തിൻ്റെ മഹത്തായ ശ്രേഷ്ഠതയും ഇസ്ലാമിലേക്കുള്ള ആദ്യകാല പ്രവേശനവും ഒക്കെ നന്നായിട്ട് അറിയാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അറിയുന്ന പ്രായമുള്ള കൃത്യമായ വിവരങ്ങളുള്ള സ്വഹാബത്തും അവിടെ ഉണ്ടായിരുന്നു. ഖുർആനിലെയും ഹദീസുകളിലെയും പല സൂചനകളും ഈ പദവിക്ക് ഏറ്റവും അർഹൻ അദ്ദേഹം തന്നെയാണെന്ന് വ്യക്തമാക്കുന്ന പല രംഗങ്ങളും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഒരിക്കലും സംശയിക്കാത്ത സിദ്ദീഖായിരുന്നു ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരിക്കലും സംശയിച്ചിട്ടില്ല. ഇസ്ലാം സ്വീകരിച്ചാൽ പിന്നെ സമീഅന വഅത്വഅന, കേട്ടു ഞങ്ങൾ അനുസരിച്ചു എന്നല്ലാതെ പിന്നൊരു സംശയമോ പിന്നെ ഏതെങ്കിലും പുഴുക്കുത്തുകളോ അദ്ദേഹത്തിൻ്റെ ജീവിതാവസ്ഥകളിൽ ഉണ്ടായിട്ടില്ല. തൻ്റെ കുടുംബത്തിന് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും മാത്രം ആശ്രയമാക്കി വിട്ടയാളായിരുന്നു ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയായി കിടക്കുന്ന സമയത്ത് ഇമാമ് നിൽക്കാൻ വേണ്ടി കൽപ്പിക്കുന്നതും ആരെയാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. ഒരു ഉമ്മത്തിന് നേതൃത്വം കൊടുത്ത് ഇമാമായി നിർത്തുക എന്ന് പറയുമ്പോൾ അത് പ്രവാചകൻ്റെ തെരഞ്ഞെടുപ്പ് തന്നെയാണ് എന്ന് പല സ്വഹാബികളും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്, ഉപ്പാനെ ജനങ്ങൾക്ക് ഇമാമ് നിന്ന് നിസ്കരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് ആയിഷ നീ ഉപ്പാനോട് പറയണം എന്ന് പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, പ്രവാചകരെ, എൻ്റെ ഉപ്പാന്ന് പറഞ്ഞാൽ ലോലഹൃദയനാണ്. ഖുർആൻ ഓതി തുടങ്ങിയാൽ കരഞ്ഞുകൊണ്ടല്ലാതെ ഓതി തീർക്കാൻ കഴിയാത്ത രൂപത്തിൽ ലോലഹൃദയനാണ് എൻ്റെ ഉപ്പ. അതുകൊണ്ട് എൻ്റെ ഉപ്പാനെ വേണോ വേറെ ആരെയെങ്കിലും 2-3 പ്രാവശ്യം പറഞ്ഞപ്പോൾ ബനു ഇസ്രായേലരെ പിഴപ്പിച്ചത് സ്ത്രീകളാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹുവിനോട് കഠിനമായി ശക്തമായ ഭാഷയിൽ പറയുന്നുണ്ട്. ആയിഷ,
ഇതൊരു ഭർത്താവിൻ്റെ വാചകമായിട്ടല്ല, ഇത് പ്രവാചകൻ്റെ കൽപ്പനയാണ് എന്ന നിലക്ക് പിന്നീടുള്ള ശബ്ദങ്ങളെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. പിന്നീട് എനിക്ക് തോന്നി എൻ്റെ ഭർത്താവിൻ്റെ സംസാരമായിട്ടല്ല, അതേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ എന്നോടുള്ള ആജ്ഞാപിക്കലായിട്ടാണ്. പിന്നെ എനിക്കത് അനുസരിക്കാതിരിക്കുന്നതിൽ യാതൊരു മടിയുമുണ്ടായിരുന്നില്ല. ഞാൻ അനുസരിക്കുന്നിടത്ത് എനിക്ക് യാതൊരു മടിയുമുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ഉപ്പയോടത് പറയുന്നിടത്തും എനിക്ക് യാതൊരു പ്രശ്നവും എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല. ഈ പറച്ചിലും ഈ പ്രഖ്യാപനവും ഈ തെരഞ്ഞെടുപ്പുമെല്ലാം ഒരിക്കലും പ്രവാചകൻ്റെ സ്വന്തം ഇഷ്ടമല്ല. ഇതൊക്കെ കൃത്യമായ അടുത്ത ഒരു ഖലീഫയെ തെരഞ്ഞെടുക്കുന്നിടത്തുള്ള സൂചകങ്ങളായിരുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ പള്ളിയിലെ എല്ലാ വാതിലുകൾ അടക്കുമ്പോഴും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാതിൽ മാത്രം തുറന്നു വെക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചിരുന്നു. ഇതുപോലെ മഹത്തായ ധാരാളം സൂചകങ്ങളും ശ്രേഷ്ഠതകളും അദ്ദേഹത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത് കഴിഞ്ഞു കഴിയുമ്പോൾ മരുഭൂമിയിലെ പല അറബ് ഗോത്രങ്ങളും മതത്യാഗം ചെയ്തു, അഥവാ മുർത്തദ്ദായി. കാരണം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന രൂപത്തിലും ഇസ്ലാമിൻ്റെ കൽപ്പനകളെ പലതും ലംഘിക്കുന്ന രൂപത്തിലും ഇസ്ലാമിനെതിരെ ശത്രുതാ മനോഭാവം വെക്കുന്ന രൂപത്തിലുമൊക്കെ അവർ മാറി. ഒരു സുന്ദരമായ കാഴ്ചയൊന്നുമല്ല നമ്മൾ ഇസ്ലാമിക ചരിത്രം പ്രവാചകൻ്റെ വഫാത്തിന് ശേഷം വായിക്കുമ്പോൾ കാണുന്നത്. പല ഫിത്നകളും നമ്മൾ വിചാരിക്കും നമ്മുടെ സമയത്ത് മാത്രമാണ് ഫിത്ന. ചില ആളുകളൊക്കെ പറയാറുണ്ട്, എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ ഫിത്ന ഉണ്ടാക്കണത്, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഫിത്നയില്ലാതെ ഈ സംഘമായി നിൽക്കുമ്പോഴാണ് ഫിത്നയൊക്കെ ഉണ്ടാക്കുന്നത്. ഒറ്റക്ക് നിന്ന് നോക്കട്ടെ, ഒറ്റക്ക് നിന്ന ആളുകളൊക്കെ ഇപ്പോൾ പല കഷ്ണങ്ങളാണ്. ഒറ്റക്ക് നിന്നാലും സംഘമായി നിന്നാലും ഈ നിൽക്കുന്നവർ മനുഷ്യരായതുകൊണ്ട് അവരുടേതായ വൈകല്യങ്ങൾ എന്തുണ്ടാകും? സ്വാഭാവികമായിട്ടുണ്ടാകും. കുടുംബങ്ങളിൽ പ്രശ്നമുണ്ട് എന്ന് വിചാരിച്ച് എനിക്ക് കുടുംബം വേണ്ടാന്ന് ഒരാളും പറയാറില്ല. കുടുംബത്തിൽ പ്രശ്നമുണ്ടാകുമ്പോൾ കുടുംബ പ്രശ്നങ്ങളെ സുതാര്യമായി പരിഹരിക്കുന്നിടത്തും ആ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ചെയ്യേണ്ട മാർഗങ്ങളെ എന്ത് സ്വീകരിക്കണം എന്നിടത്തുമാണ് എന്ത് ചെയ്യേണ്ടത്? ശ്രദ്ധയുണ്ടാകേണ്ടത്. അതല്ലാതെ കുടുംബം വേണ്ട എന്ന് പറഞ്ഞു പോക്ക് അത് പരിഹാരമല്ല, അല്ലേ? അത് അവിടെ തന്നെയാണ്. ഇവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പല നിലക്കുള്ള പ്രതിസന്ധികളും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. മദീനയിൽ കപടവിശ്വാസം, നിഫാഖ് വീണ്ടും തലപൊക്കി. ഒരിക്കലും മക്കയിൽ വെച്ച് മുനാഫിക്കീങ്ങൾ ഉണ്ടായിട്ടില്ല. എവിടെ നിന്നാണ് മുനാഫിക്കീങ്ങൾ ഉണ്ടാകുന്നത്? മദീനയിൽ നിന്നാണ് മുനാഫിക്കീങ്ങളുടെ ഉടലെടുപ്പും തുടക്കവും ഒക്കെ ഉണ്ടാകുന്നത്. എവിടെ നിന്നാണ് മുനാഫിക്ക് ഉണ്ടാകുക? മുസ്ലിമിൻ്റെ കൂട്ടത്തിൽ നിന്നാണ്. അത് പ്രത്യേക ഒരു വിഭാഗമല്ല. അതുകൊണ്ടാണ് ഖുർആൻ ഓതുന്ന മുനാഫിക്കിൻ്റെ ഉപമ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമ പറഞ്ഞപ്പോൾ പറഞ്ഞത്. ഖുർആൻ ഓതാത്ത മുനാഫിക്കിൻ്റെ ഉപമ എന്ന് പറഞ്ഞത്. ഖുർആൻ ഓതി എന്നത് മുനാഫിക്ക് അല്ലാതിരിക്കാനുള്ള കാരണമല്ല. ഖുർആൻ ഓതുന്നു എന്നതും മുനാഫിക്ക് അല്ലാതിരിക്കാനുള്ള കാരണമല്ല. മുനാഫിക്ക് എന്നുള്ളത് ഖുർആൻ ഓതാത്തവർ മാത്രമല്ല, രണ്ട് വിഭാഗത്തിലും മുനാഫിക്ക് ഉണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. പരിശുദ്ധ ഖുർആനിൽ മുനാഫിക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഖാമു കുസാല, നിസ്കരിക്കാൻ നിന്നാൽ അലസന്മാരായിരിക്കും, നിസ്കരിക്കാത്തവരല്ല, നിസ്കരിക്കുന്നവരാണ്. കുസാല, അശ്രദ്ധരായിരിക്കും. സൊഫിലുണ്ടാകും, പള്ളിയിലുണ്ടാകും, ഖുർആൻ പാരായണം ചെയ്യും, പക്ഷേ കപടതയായിരിക്കും, കാപട്യമായിരിക്കും. ഏതോ ദുനിയാവിൻ്റെ ആഗ്രഹങ്ങൾക്കും ദുനിയാവിൻ്റെ നേട്ടങ്ങൾക്കും മാത്രമാണ് അവൻ്റെ ഉള്ളിലെ പൂതിയും ലക്ഷ്യവും നീയത്തും. അതല്ലാത്തതൊന്നും അവനെ ഈ ദീനിൻ്റെ കൂടെ നടത്തുന്നതിൽ എന്തു ചെയ്യുന്നില്ല? പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് നമ്മളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിഫാഖുള്ള മുനാഫിക്കീങ്ങൾ എന്തു ചെയ്തു? മദീനയിൽ കപടവിശ്വാസികൾ അത് തലപൊക്കാൻ തുടങ്ങി. അവരൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം വീണ്ടും ഊർജ്ജസ്വലമായി ഇസ്ലാമിനെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അവരൊക്കെ ആരംഭിച്ചു. മുസൈലിമത്ത് ഇബ്നു കദ്ദാബ് എന്ന പക്ഷത്ത് ബനു ഹനീഫ ഗോത്രവും, അഥവാ കള്ളപ്രവാചകനാണ്. കള്ളപ്രവാചകന്മാർ ഏറ്റവും കൂടുതൽ ഉടലെടുത്തൊരു കാലഘട്ടമാണ് ആരുടെ കാലഘട്ടം?
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടം. ഞാൻ പ്രവാചകനാണ്. കാരണം എന്താ? മുഹമ്മദ് നബി വഫാത്തായി. ഇനിയൊരു പ്രവാചകൻ ഇല്ല എന്നത് ദീനാണ്. ഇനിയൊരു പ്രവാചകനില്ല. ഖാത്തമുൽ അംബിയ, അംബിയാക്കളിലെ ഏറ്റവും അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നാലും പുതിയ പ്രവാചകന്മാരുടെ വാദഗതികൾ, അതല്ലെങ്കിൽ പ്രവാചക വാദക്കാർ ഉടലെടുത്തൊരു കാലഘട്ടമാണ്. ഗോത്രവും യമാമയിലെ ധാരാളം ആളുകളും ചേർന്ന് അതുപോലെ എന്ന പല നിലക്കുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തു. മുസൈലിമയെപ്പോലെ തുലൈഹ എന്ന് പറഞ്ഞ കള്ളപ്രവാചകൻ താൻ പ്രവാചകനാണെന്ന് അവകാശപ്പെട്ടു. അങ്ങനെ സ്ഥിതി അതീവ ഗുരുതരമായി. അവിടെ ഒരു പ്രവാചകൻ വരുന്നു, ഇപ്പുറത്തൊരു പ്രവാചകൻ വരുന്നു. എല്ലാ നാട്ടിലും പ്രവാചകന്മാരെന്ത് ചെയ്തു? ഉടലെടുക്കാൻ തുടങ്ങി. ചിലരൊക്കെ അവരുടെ പക്ഷത്ത് പ്രവാചകനാണെന്ന് തെറ്റിദ്ധരിച്ച് അവരുടെ ഒപ്പം കൂടാൻ തുടങ്ങി. കാരണം ഇസ്ലാമിൻ്റെ തുടക്ക കാലഘട്ടം ആയ പല മനുഷ്യന്മാരും ഉണ്ടായിട്ടുണ്ട്. അവർക്ക് കൃത്യമായ ഇസ്ലാമിൻ്റെ സന്ദേശങ്ങളെ പഠിക്കാനോ അറിയാനോ അവർക്ക് സാധിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉസാമയുടെ സൈന്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്താകുന്നതിന് മുമ്പ് ഉസാമ റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ, ഉസാമ റളിയല്ലാഹുവിന് അന്ന് 18 വയസ്സുള്ളൂ. 18 വയസ്സുള്ള ഒരു പയ്യനെ ഒരു യുദ്ധത്തിൻ്റെ നേതൃത്വ സ്ഥാനത്ത് ഏൽപ്പിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യുദ്ധത്തിന് അയക്കുന്നതിന് മുമ്പാണ് അവിടെ നിന്ന് വഫാത്താകുന്നത്. എന്നാലോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുക്കുമ്പോൾ ആദ്യം ചെയ്യുന്ന പണി എന്താണ്? ഉസാമയുടെ നേതൃത്വത്തിൽ അള്ളാഹിൻ്റെ റസൂൽ ഒരുക്കി വെച്ച സൈന്യത്തെ പ്രവാചകൻ എങ്ങോട്ടാണ് പറഞ്ഞയക്കാൻ ഉദ്ദേശിച്ചത് അങ്ങോട്ട് പറഞ്ഞയക്കുക എന്ന പ്രവാചകന്റെ ആഗ്രഹത്തെ പൂർത്തീകരിക്കുകയായിരുന്നു ആര് ചെയ്തത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തത്. കണ്ണടച്ച് കേൾക്കുന്നവരടുത്ത് ചോദ്യം ഉണ്ടാവും കേട്ടോ. കണ്ണടക്കാതെ കേൾക്കാം. ചില ആൾക്കാർ കണ്ണടച്ച് കേൾക്കുന്നുണ്ട്, അവരടുത്ത് ചോദ്യം ഉണ്ടാവും. ചരിത്രമായതുകൊണ്ട് പ്രശ്നമാണ്, ചോദ്യത്തിന് ഉത്തരം പറയാൻ പ്രയാസം ഉണ്ടാവും. അപ്പോൾ ഉസാമയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? ഒരു സൈന്യത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു വിട്ടു. ഏത് സമയത്താണെന്നറിയൂ? സഹാബത്ത് പരസ്പരം പല വിഷയങ്ങളിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഈ സമയത്ത് സഹാബത്തിനെ യുദ്ധത്തിന് വിട്ടാൽ, കാരണം കള്ളപ്രവാചകന്മാരും മുനാഫിക്കീങ്ങളും മുർത്തദ്ദുകളുമായ ജനങ്ങൾ ഇങ്ങനെ ഇസ്ലാമിനെ എവിടെ വെച്ചുകൊണ്ട് തകർക്കാൻ പറ്റുമെന്ന പരിശ്രമങ്ങളിലും ശ്രദ്ധയിലുമാണ്. മദീന ആക്രമിക്കുക എന്നത് ഒരുപക്ഷെ അവരുടെ ആഗ്രഹമാണ്. ഈ സമയത്ത് ഇവിടെ നിന്ന് യുദ്ധത്തിന് വേണ്ടി മറ്റുള്ളവരെ പുറത്തേക്ക് വിട്ടാൽ, ഇവിടെ ഒരു അക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും എന്നതൊക്കെയാണ് അവർ ചോദിക്കുന്നത്. ഉറച്ച തീരുമാനമെടുത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരെന്ത് ചെയ്തു? അവരെ ഉസാമയുടെ നേതൃത്വത്തിൽ പറഞ്ഞു വിട്ടു. ഇത് കണ്ട പല അറബ് ഗോത്രങ്ങളും മദീനയെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ശ്രമത്തിന് മുമ്പ് തന്നെ മദീനയുടെ എല്ലാ വാതിലുകളിലും സൈന്യങ്ങളെ വിന്യസിപ്പിച്ചു. മദീനയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അവരെ പ്രതിരോധിക്കുന്നിടത്തേക്ക് ശ്രദ്ധിക്കുന്ന നിലയിൽ എല്ലാ മദീനയുടെ പ്രവേശന കവാടങ്ങളിലും കാവൽക്കാരെ നിയോഗിക്കുകയും നഗരത്തെ ചുറ്റി സൈന്യത്തെ രാത്രി കാവലിരുത്തുകയും ചെയ്തു. നോക്കിയേ, ഒരു അമീറുൽ മുഅ്മിനീൻ്റെ അല്ലെങ്കിൽ ഒരു ഖലീഫയുടെ ഉത്തരവാദിത്തങ്ങൾ എത്രയാണ്! ഉറക്കമില്ലാത്ത രാത്രികളാണ്. അമലുകൾ ചെയ്യുന്നിടത്തും നന്മകൾ ചെയ്യുന്നിടത്തും ഉത്തരവാദിത്തങ്ങൾ അധികമാകുമ്പോൾ ചില കുറവുകൾ സംഭവിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം താൻ തൻ്റെ സ്വസ്ഥമായ സമയങ്ങളെ പിന്നീടൊരു രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി തെരഞ്ഞെടുക്കുന്നിടത്തൊക്കെ വലിയ പരിശ്രമങ്ങൾ ആവശ്യമാണ്. അറബികളിലെ ചില ഗോത്രങ്ങൾ ആ കാലഘട്ടത്തിലാണ് സക്കാത്ത് നൽകില്ല എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഇങ്ങനെ ഫിത്നകൾ ഉണ്ടായപ്പോൾ അവർ പറഞ്ഞത്, അബൂബക്കറിനാണെങ്കിൽ ഞങ്ങൾ സക്കാത്ത് കൊടുക്കില്ല, കാരണം അള്ളാഹിൻ്റെ റസൂലിന് ഞങ്ങൾ കൊടുത്തിരുന്നു, പക്ഷേ അബൂബക്കറിന് ഞങ്ങൾ സക്കാത്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞു. അതിൽ നിന്ന് വിസമ്മതിച്ചു. പല അറബ് പ്രതിനിധി സംഘങ്ങളും മദീനയിൽ വന്ന് ഞങ്ങൾ നമസ്കാരം നിർവഹിക്കും, പക്ഷേ സക്കാത്ത് നൽകില്ല എന്ന് പറഞ്ഞു. ചിലർ സക്കാത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൈമാറാനും വിസമ്മതിച്ചു. ചിലർ പറഞ്ഞു നിസ്കരിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ സക്കാത്തിന് ഞങ്ങളുടെ അടുത്ത് കിട്ടൂല. ചിലർ പറഞ്ഞു ഞങ്ങൾ അബൂബക്കറിന് കൊടുക്കില്ല റളിയല്ലാഹു അൻഹു. ചിലർ പറഞ്ഞു ഞങ്ങൾ ഇനി സക്കാത്തെ കൊടുക്കില്ല. എന്നിങ്ങനെയൊക്കെ വിവിധ വാദഗതികൾ അവിടെ ഉയർന്നു വന്നു. അപ്പോഴും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
ഒരിക്കലും അത് അംഗീകരിച്ചില്ല. ഉയർന്ന ശബ്ദത്തിൽ പ്രമാണങ്ങൾ നിരത്തി ഈ പറഞ്ഞവർക്കെതിരെ ശക്തമായി മുന്നിട്ട് നിന്ന മഹാനായ സ്വഹാബിയാണ് ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവിടുന്ന് പറഞ്ഞു, നമസ്കാരവും സക്കാത്തും വേർതിരിക്കുന്നവരോട് യുദ്ധം ചെയ്യുമെന്ന് അദ്ദേഹം ഉറച്ച തീരുമാനമെടുത്തു. അവർക്ക് വിട്ടുവീഴ്ചകളില്ല. അവരോട് ഏതെങ്കിലും നിലക്കുള്ള സമാധാനത്തിൻ്റെ വർത്തമാനങ്ങളില്ല. സമാധാനപ്രിയനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പക്ഷേ അവിടെ ഉള്ള വാചകങ്ങൾ അവിടെ സമാധാനമല്ല. കാരണം ഒരു നാടിൻ്റെ ഭരണാധികാരിയായി ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്വത്തിൻ്റെ മുമ്പിൽ പിന്നെ ചില വിഷയങ്ങളിൽ അലിവില്ല. അത് പ്രത്യേകിച്ച് അള്ളാഹ് കൽപ്പിച്ചൊരു വിഷയത്തിനെതിരെ നിൽക്കും ഞങ്ങളെന്ന് ഒരു സംഘം ഉറച്ച് പ്രഖ്യാപിക്കുമ്പോൾ ആ സംഘത്തിനെതിരെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. അവിടുത്തെ പ്രഖ്യാപനത്തിൻ്റെ ഒരു വാചകം, ഒരൊറ്റ ഒട്ടകക്കുട്ടിയെ കെട്ടാൻ ഉപയോഗിക്കുന്ന കയറ് പോലും സക്കാത്തായി തടഞ്ഞു വെച്ചാലും ഞാൻ അവരോട് യുദ്ധം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം ധീരമായി പ്രഖ്യാപിച്ചു. ഒരു ചെറിയ ഒട്ടകക്കുട്ടിയെ കെട്ടാൻ ഉപയോഗിക്കുന്ന കയറെത്രയാ? വളരെ നിസ്സാരാണ്. അതാണ് നിങ്ങൾ സക്കാത്തായി നൽകുന്നത് എന്നിൽ നിന്ന് തടയുന്നതെങ്കിൽ അവരോട് പോലും ഞാൻ എന്ത് ചെയ്യും? യുദ്ധം ചെയ്യുമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഉറച്ച നിലപാട് കണ്ടപ്പോൾ അദ്ദേഹം ശരിയായ നിലപാടിലാണെന്ന് സ്വഹാബികൾക്ക് മനസ്സിലാക്കി. എല്ലാവരും അദ്ദേഹത്തോട് യോജിച്ചു. അതിലൂടെ ഇസ്ലാമും മുസ്ലിമീങ്ങളും സംരക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം ചെയ്ത കാര്യമെന്താണ്? മുർത്തദ്ദുകളെ നേരിടാൻ പുറപ്പെട്ടു. ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളുകൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിന് വലിയ ഫിത്നകൾ ഉണ്ടാകും അല്ലേ? എക്സ് മുസ്ലിമീങ്ങൾ എന്ന് കാണിക്കുന്ന പോലൊക്കെ നമുക്കറിയാലോ. എക്സ് മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനപ്പോൾ എക്സ് വെച്ചുകൊണ്ട് കിടക്കണേ? ഇസ്ലാം ചേർന്നാലാണ് അവർക്കൊക്കെ സ്ഥാനമുള്ളൂ. ഇസ്ലാം ഇത് പോയാലും ലണ്ടനിൽ പോയിട്ടും മുസ്ലിങ്ങൾ എന്ത് ചെയ്തു? അവരെ ശരിക്കും പെരുമാറി. എങ്ങനെ പെരുമാറി? നല്ല മൂർച്ചയുള്ള ചോദ്യങ്ങൾ അവരുടെ മുമ്പിലേക്ക് ഇട്ടു. ഒന്നും പറയാൻ പറ്റണില്ല, നെറ്റില്ല എന്ന് പറഞ്ഞു അല്ലേ? അതൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഇങ്ങനെ ഒന്ന് സൂചിപ്പിച്ചു പോയതാണ്. എന്തായിരുന്നാലും എക്സ് മുസ്ലിം എന്ന് പറയുന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ ആളുകളുടെ ഫിത്ന എന്നുള്ളത് വലുതാണ്. കാരണം എന്താണ്? അവർ ഇസ്ലാമിനെ യഥാർത്ഥത്തിൽ പഠിച്ചു വന്നവരല്ല. പഠിച്ച് ഇസ്ലാമിൽ വന്നവർ ആരും ഇസ്ലാമിൽ നിന്ന് തിരിച്ചു പോകില്ല. കാരണം ഇത്ര സുന്ദരമായ ജീവിത കാര്യങ്ങളെ പഠിപ്പിക്കുന്ന ഇസ്ലാമിൻ്റെ സുന്ദരമായ അന്തരീക്ഷത്തിൽ നിന്ന് ആർക്കാണ് പോകാൻ സാധിക്കുക? സമാധാനത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ എല്ലാ അന്തരീക്ഷങ്ങളും നൽകുന്ന ഇസ്ലാമിൻ്റെ ആ ഒരു സുരക്ഷിതത്വത്തിൽ നിന്ന് ആർക്കാണ് പുറത്തു പോകാൻ പറ്റുക? അപ്പോൾ അദ്ദേഹം മുർത്തദ്ദുകളെ നേരിടാൻ തീരുമാനിച്ചു. എന്നാൽ സ്വഹാബികൾ താങ്കൾ നേരിട്ട് പോകരുത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുമ്പിൽ നിന്നിട്ട് പോകാനാണ് വിചാരിക്കുന്നത്. അദ്ദേഹം മുർത്തദ്ദുകളുടെ അടുക്കൽ നേരിട്ട് ചെന്ന് അവരോട് യുദ്ധം ചെയ്യാനാണ് തീരുമാനിക്കുന്നത്. സ്വഹാബികൾ പറഞ്ഞു, താങ്കൾ പോകാൻ പാടില്ല, താങ്കൾ മദീനയിൽ തന്നെ നിലയുറപ്പിക്കണം. എന്നിട്ടോ സൈന്യങ്ങളെ വിന്യസിപ്പിക്കണം. താങ്കൾ പോകാതെ സൈന്യങ്ങളെ എന്ത് ചെയ്തു? അദ്ദേഹം അവരുടെ നേരെ അയച്ചു എന്നുള്ളതാണ്. ഉസാമ റളിയല്ലാഹു അൻഹുയുടെ സൈന്യം തിരിച്ചെത്തിയ ശേഷം ദുൽഖസ്സ എന്ന സ്ഥലത്ത് 11 സൈനിക പതാകകൾ അഥവാ 11 സൈനികരുടെ നേതൃത്വത്തിൽ സൈന്യങ്ങളെ, മുർത്തദ്ദുകളെയും സക്കാത്ത് നിഷേധിച്ചവരെയും നേരിടാൻ വേണ്ടി ആരയച്ചു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അയച്ചു. നമ്മൾ ഈ ചരിത്രങ്ങളൊന്നും പലപ്പോഴും വായനകളിൽ നമ്മൾ വായിക്കാറില്ല. എത്ര ഗൗരവമാണ് ഇസ്ലാമിൻ്റെ ദീനിനെ അത് നിലനിർത്താനും സക്കാത്തിൻ്റെ വിഷയത്തിൽ ഇന്ന് ആളുകൾ കാണിക്കുന്ന ലാഘവവും ആളുകൾ കാണിക്കുന്ന നിസ്സാരതയും അത് എത്രമാത്രമാണ്. ഇവിടെയൊക്കെ അബൂബക്കർ സിദ്ദീഖ് ഒരു ഭരണാധികാരി എന്ന നിലയിൽ എടുത്ത നിലപാടുകൾ അത് വലുതായിരുന്നു. ഇതിനിടയിലാണ് സജാഹി എന്ന ഒരു സ്ത്രീ എന്ത് ചെയ്തു? അവൾ പ്രവാചകത്വം വാദിച്ചു. ഞാൻ പ്രവാചകയാണ് എന്ന് പറഞ്ഞു. ഒരിക്കലും സ്ത്രീകൾ പ്രവാചകന്മാർ ആവുകയില്ല. അത് കഴിഞ്ഞ സൂറത്തിൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ? സൂറത്ത് ഹജ്ജിൽ പഠിച്ച കാര്യമാണെന്ത്? പെണ്ണുങ്ങളിൽ നിന്നെന്തില്ല? പ്രവാചകന്മാരില്ല അല്ലെ? കഴിഞ്ഞ സൂറത്തിൽ പഠിച്ചിട്ടുണ്ടോ എന്നത് ആലോചിക്കുക. പഠിച്ചതാണ്. അപ്പോൾ എന്താണ്? ആ പ്രവാചകന്മാരെന്തില്ല? സ്ത്രീകളിൽ നിന്ന്
ഉണ്ടാവുകയില്ല. അപ്പോൾ അങ്ങനെ പ്രവാചകത്വം പെണ്ണുങ്ങളും ബാധിച്ചു. അവരുടെ ഗോത്രത്തിലെ ആളുകളും ബനു തമീമിലെ നിരവധി പേരും അവരുടെ നേതാവായ മാലിക് ഇബ്നു നുവൈറ അടക്കമുള്ള പ്രമുഖരും അവളെ പിന്തുടർന്നു. കുറേ ആളുകളുണ്ടാകും. എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ സർവ്വമത സത്യവാദികൾ പുറത്തു വന്നപ്പോൾ അവരുടെ കൂടെയില്ല ആൾക്കാർ ഉണ്ട്. വെള്ളിയാഴ്ച ഖുത്ബ ഒന്നും കേൾക്കാതെ മൂപ്പര് യൂട്യൂബിലിരുന്ന ഖുത്ബയും കേട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഉണ്ട്. ഞാൻ പേരൊന്നും പറയല്ല. ലാസ്റ്റ് യൂട്യൂബിൽ പോയിട്ട് ഇനി അതൊക്കെ അടിച്ചു നോക്കി എന്തെങ്കിലും ഇടങ്ങേറാവണ്ട. അങ്ങനെയൊക്കെ വലിയ വിഷയങ്ങളുണ്ട്. കുട്ടികൾക്ക് ക്ലാസ് വരുമ്പോൾ വേണ്ടാത്ത സൈറ്റ് എന്ന് പറയാനേ പറ്റുള്ളൂ. സൈറ്റിൻ്റെ പേര് പറഞ്ഞാൽ പിള്ളേർ നാളെ അടിച്ചു നോക്കുകയാണ്, ലാസ്റ്റ് അത് കുടുങ്ങുകയാണ്, പിന്നെ ആ പുള്ള അവധിയിൽ നിന്ന് ഇറങ്ങണില്ല. മനസ്സിലായില്ലേ? ഇന്ന് പ്രശ്നമാണ്. ഒരു കാര്യം നമുക്ക് പറഞ്ഞു കൊടുക്കണം പറ്റുള്ളൂ, സൂചനകൾ കൊടുത്താൽ മതി എന്നാണ് ഇപ്പോഴുള്ള തന്ത്രം. അതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ വലിയ വിഷയങ്ങളാണ്. എന്തായിരുന്നാലും അങ്ങനെയുള്ള അവസ്ഥകളാണ്. ഏത് നേതാവ് ഏത് വാദം വന്നാലും എന്തുണ്ടാകും? ഉമ്മാനെ തല്ലിയാലുണ്ടാകും, തല്ലാൻ പാടില്ലായിരുന്നു എന്ന് പറയണവരും, അത് കോപ്പിലെ രണ്ടെണ്ണ പെണ്ണിന് കിട്ടണമെന്ന് പറയണവരും ഉണ്ടാകും, അല്ലേ? അതങ്ങനെയാണ്. ഏത് വാദം കൊണ്ടുവന്നാലും അതിൻ്റെ കൂടെ നിൽക്കാൻ ആളുകളുണ്ടാകും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ നേരിടാൻ ഉദ്ദേശിച്ചെങ്കിലും പിന്നീട് അവൾ മുസൈലിമത്ത് ബിനു കദ്ദാബ് എന്ന വ്യാജ പ്രവാചകന്റെ അടുത്തേക്ക് പോയി. അവർക്കിടയിൽ ഒരു സംഭവം ഉണ്ടായി. പിന്നീട് അവർ തമ്മിൽ സമാധാനത്തിലായി. ഇതൊക്കെ ചരിത്രങ്ങളിൽ ഇങ്ങനെ നമുക്ക് വായിക്കാൻ പറ്റുന്ന ധാരാളം കള്ളപ്രവാചകന്മാരുടെ കടന്നുകയറ്റം ആരുടെ ഖിലാഫത്തിൽ ഉണ്ടായിട്ടുണ്ട്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൽ ഉണ്ടായിട്ടുണ്ട്. ചില ആളുകളൊക്കെ പറയാറുണ്ട്, എന്ത് അബൂബക്കർ അള്ളാഹിൻ്റെ കാലത്ത് ജീവിച്ചാൽ മതിയായിരുന്നു. ജീവിച്ച ചിലപ്പോൾ കള്ളപ്രവാചകന്മാരുടെ കൂടെ പോയാനെ. അങ്ങനെ വിചാരിച്ചു നോക്കി. അപ്പോൾ വിചാരിക്കും വേണ്ടിയില്ലായിരുന്നു, വേണ്ടിയില്ലായിരുന്നു. നമ്മുടെയൊക്കെ ഈമാൻ അനുസരിച്ച് ഈ സമയത്ത് തന്നെ നല്ലത്. മനസ്സിലായില്ലേ? ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടൊക്കെ നോക്കി പഠിച്ച് അറിഞ്ഞ് വലിയ വിത്തനകളിലൊന്നും ഏർപ്പെടാതെ ഉള്ളത് എന്ത് ചെയ്യുക, അറിഞ്ഞ് അത് അമല് ചെയ്ത്, അല്ലേ, ഒന്നും നിഷേധിക്കാതെ സ്വീകരിക്കലാണ് നല്ലത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഖാലിദ് ബിൻ വലീദ്, അല്ലേ, ഖാലിദ് ബിൻ വലീദ് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ സൈനികനായിരുന്നു. അദ്ദേഹം എത്രയെത്ര യുദ്ധങ്ങളിലൂടെയാണ് ഇസ്ലാമിനു വേണ്ടി ധീരമായി പോരാടിയത്. അദ്ദേഹം പറയുന്നുണ്ട്, ഇസ്ലാമിനെതിരെ ഞാൻ എത്രയെത്ര യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, അതിനൊക്കെ എനിക്ക് ഒരു പകരം ചെയ്യണം, എനിക്ക് അതിനൊക്കെ ഒരു പ്രതിവിധി വേണം എന്ന് പറഞ്ഞ് എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹമായിരുന്നു എല്ലാ യുദ്ധങ്ങളുടെയും ലീഡർ. എന്താണ്? പതാക വാഹകനൊക്കെ അദ്ദേഹമായിരുന്നു. മക്കം വിജയത്തിന് ശേഷമുള്ള നടന്ന മിക്ക യുദ്ധങ്ങളിലും അദ്ദേഹം നേതൃസ്ഥാനത്തുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അദ്ദേഹം നല്ല യുദ്ധതന്ത്രജ്ഞനായിരുന്നു. അപ്പോൾ മുസൈലിമക്കെതിരെ ഒരു സൈന്യത്തെ അയച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു നേതാവായി തീരുമാനിച്ചതായിരുന്നു ഖാലിദ് ബിനു വലീദിനെയായിരുന്നു. മുസൈലിമ എന്ന് പറഞ്ഞാൽ ആരാണ്? കള്ളപ്രവാചകൻ. അള്ളാഹു മുസ്ലിങ്ങൾക്ക് വിജയം നൽകി. മുസ്ലിങ്ങൾക്ക് എന്ത് ചെയ്തു? വിജയം നൽകി. കനത്ത യുദ്ധങ്ങൾക്കും കനത്ത എതിർപ്പുകൾക്കും അല്ലെങ്കിൽ പോരാട്ടങ്ങൾക്കും ശേഷമാണ് എന്ത് ചെയ്തത്? ആ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ വിജയിച്ചത്. എവിടെ വെച്ചാണ് മുസൈലിമ കൊല്ലപ്പെട്ടത്? ഹദീഖത്തുൽ മൗത്ത്, മരണത്തിൻ്റെ തോട്ടം എന്ന സ്ഥലത്തെ പോരാട്ടത്തിനു ശേഷം മുസൈലിമ കൊല്ലപ്പെട്ടു. അഥവാ ആ യുദ്ധം നടന്ന സ്ഥലത്തെ പറയുന്ന പേരാണെന്ത്? കനത്ത യുദ്ധങ്ങൾ നടന്ന സ്ഥലത്തെ ഹദീഖത്തുൽ മൗത്ത്, മരണത്തിൻ്റെ തോട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അവിടെ വെച്ചാണ് ആര് മരണപ്പെടുന്നത്? മുസൈലിമ മരണപ്പെടുന്നത്. ആരാണ് കൊന്നത്? വഹ്ഷിയും അതുപോലെ തന്നെ അബൂ ദുജാനയും ചേർന്നാണ് ആരെ വധിച്ചത്? മുസൈലിമത്തു കദ്ദാബ്, കള്ളനായ മുസൈലിമയെ വധിച്ചത്. അതേ വർഷം തന്നെ ഒമാൻ, മഹ്റ, യമൻ എന്നീ പ്രദേശങ്ങളിലും ചിലരും മതത്തിൽ നിന്ന് പുറത്തുപോയി. ഒമാനിൽ ലഖീദ് ബിൻ മാലിക് അൽ അസദ് എന്നയാൾ താൻ പ്രവാചകനാണെന്ന് അവകാശപ്പെട്ടു. അതേപോലെ തന്നെ ഒമാനിലെ ചില അജ്ഞരായ ആളുകൾ അവനെ പിന്തുടർന്നു. അവൻ ഒമാനിൻ്റെ വലിയൊരു ഭാഗം കീഴടക്കി. ജയ്ഫറും അബ്ബാദും അതിർത്തി പ്രദേശങ്ങളിലേക്ക് പിന്മാറേണ്ട സാഹചര്യം സൃഷ്ടിച്ചു. അഥവാ അവിടെ നിന്നിരുന്നവരൊക്കെ എന്ത് ചെയ്തു? മുസ്ലിമീങ്ങളായ ആബിദീങ്ങളായ ആളുകളൊക്കെ അവൻ്റെ ഉപദ്രവം കൊണ്ട് പിന്മാറേണ്ട അവസ്ഥയുണ്ടായി. കൊല്ലപ്പെടുമെന്നുള്ള ഭീഷണിയൊക്കെ ഉണ്ടായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉദൈഫത്ത് ബിൻ മുഹ്സിൻ അൽ ഹിംരിയെയും അൽ ഫജ് ബിൻത് ഹർസയെയും അൽ ബാരിക്കിയെയും സൈന്യത്തോടൊപ്പം അവിടെ അയച്ചു. ഇക്രിമ റളിയല്ലാഹു അൻഹുവിയെയും അവരുടെ സഹായത്തിനായി അയച്ചു. അവരെയൊക്കെ എന്ത് ചെയ്തു? ശക്തമായി നേരിട്ടു. അവരെയൊക്കെ പ്രതിരോധിച്ചു. അഥവാ ഇവിടെയൊക്കെ ഇങ്ങനെയുള്ള ഫിത്നകൾ ഉണ്ടായി. ഇപ്പം എല്ലാ ഇസ്ലാം പ്രചരിച്ച നാടുകളിലൊക്കെ പ്രവാചകൻ്റെ വഫാത്തിന് ശേഷം എന്തുണ്ടായി?
ഓരോ ഫിത്തനകളുണ്ടായി. അപ്പം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിലും നമ്മുടെ കാലത്തും മാത്രം ഫിത്തന അല്ലേ, മുജാഹിദാർ 8 10 എന്നൊക്കെ പറയുമ്പോഴേക്കും ഞാൻ ഇനിയിപ്പോൾ ഒന്നിനുമില്ല എന്നും പറഞ്ഞ് ഇനിയിപ്പോൾ ഒന്നിനുമില്ല എന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ആർക്ക് പോയി? അവർക്ക് പോയി എന്നല്ലാതെ എത്രയാണെന്ന് പറഞ്ഞാലും അവിടെയൊക്കെ പഠിക്കാനും അവിടെയൊക്കെ മനസ്സിലാക്കാനും ദീൻ ഉൾക്കൊള്ളാനും എന്താണ് അവിടെയൊക്കെയുള്ള പിഴവ് സംഭവിച്ചതെന്ന് പഠിക്കാനും ഒക്കെ നമ്മൾ തയ്യാറായി എന്ത് ചെയ്യണം? സത്യത്തിൻ്റെ കൂടെ നിൽക്കണം. അതിനെന്ത് ചെയ്യണം? തഹജ്ജുദിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. എന്താണ് പ്രാർത്ഥന? അല്ലാഹുമ്മ റബ്ബ ജിബ്രാഈല വമികാഈല വഇസ്രാഫീല ആലിമുൽ ഗൈബി വശ്ശഹാദ അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ ഇഹ്ദിനി ലിമഖ്തുലിഫ ഫീഹി മിനൽ ഹഖ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണേ, ഞങ്ങൾ ഭിന്നിച്ച വിഷയത്തിൽ ഹക്കിൻ്റെ കൂടെ നിൽക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ. ആ പ്രാർത്ഥന നിത്യേന പ്രാർത്ഥിക്കുന്ന തഹജ്ജുദിലെ പ്രാരംഭ പ്രാർത്ഥന അതാണ്. വജ്ജഹത്തു അല്ല, അല്ലാഹുമ്മ ബാഇദ് ബൈനി അല്ല, സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അല്ല. പിന്നെ തഹജ്ജുദിലെ പ്രാർത്ഥന ഇതാണ്. ഏത്? അല്ലാഹുമ്മ റബ്ബ ജിബ്രാഈല വമീകാഈല വഇസ്രാഫീല. ഈ പ്രാർത്ഥന പഠിക്കണം. ഇനിയിപ്പോൾ പഠിച്ചിട്ട് തഹജ്ജുദ് നിസ്കരിക്കാമെന്ന് വിചാരിക്കരുത്. തഹജ്ജുദ് നിസ്കരിക്കുന്നവർ എന്ത് ചെയ്യുക? നിസ്കരിക്കുക. ഇൻഷാ അല്ലാഹ് പ്രാർത്ഥന എന്ത് ചെയ്യുക? പതുക്കെ പതുക്കെ പഠിക്കണം ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞത് അതിടാ ഇൻഷാ അല്ലാഹ്. ആ പ്രാർത്ഥന പഠിക്കണം. വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒന്നും പഠിക്കാത്ത ആൾക്കാരാണെങ്കിൽ പോലും ഹക്കിൻ്റെ ഒപ്പം അവരുണ്ടാവും. അപ്പോൾ ഈ സാധാരണക്കാരങ്ങൾ നോക്കിക്കോ, ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഏത് ഫിത്ന നാട്ടിൽ നടന്നു കഴിഞ്ഞാലും അവർ ഹക്കിൻ്റെ ഒപ്പം എന്തുണ്ടാവും? ഉറച്ചു നിൽക്കണുണ്ടാവും. എന്താ കാരണം? അവരുടെ ഇഖ്ലാസാണ്. റബ്ബിനോട് അവർ ഒന്നേ ചോദിക്കണോ, അല്ലാഹുവേ ഈ ഹിദായത്തിൽ നിലനിർത്തി തരണേ, ഹക്കിൻ്റെ കൂടെ എപ്പോഴും നിലനിർത്തണേ. അതിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. ആ പ്രാർത്ഥന മതി, ആ പ്രാർത്ഥന വേണം. അല്ലെങ്കിൽ അല്ലെ പണക്കാരുടെ കൂടെ പോകും, അല്ലെങ്കിൽ സ്ഥാനക്കാരുടെ കൂടെ പോകും, അല്ലെങ്കിൽ കെട്ടിടങ്ങളുടെ കൂടെ പോകും. മറ്റേതൊന്നുമല്ല, ഖുർആനും ഹദീസിൻ്റെ കൂടെ പോകും. ഒന്നുമില്ലെങ്കിലും അത് വേണമെന്നെന്ത് ചെയ്യും? ചിന്തിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യും. അപ്പോൾ ഇവിടെയൊക്കെ വലിയ യുദ്ധങ്ങൾ കാണുന്നു. അതേ വർഷം തന്നെ ഖാലിദ് ബിൻ വലീദ് മറ്റൊരു സ്ഥലത്ത് എന്ത് ചെയ്തു? തുലൈഹ അൽ അസദിയെ നേരിടാൻ പുറപ്പെട്ടു. അഥവാ പല ഭാഗത്തേക്കും എന്ത് ചെയ്തു? തുരുതുരാ ഒരു വർഷത്തിൽ തന്നെ ഈ മുർത്തദ്ദുകളായ ആളുകളുമായിട്ടുള്ള യുദ്ധങ്ങൾ നടന്നു. ബനു ഫസാര ഗോത്രത്തിലെ ചിലരും തുലൈഹയോടൊപ്പം ചേർന്നു. ഖാലിദ് അവരെ പരാജയപ്പെടുത്തി. ഇങ്ങനെ ധാരാളം ഈ ചരിത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ ഈ പേരൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കേൾക്കാത്ത പേരായതുകൊണ്ട് നല്ലൊരു പ്രയാസം ഉണ്ടാവും. എന്നാലും ഞാൻ ഇങ്ങനെ വായിച്ചു പോകണം. അങ്ങനെ എന്ത് ചെയ്തു? അവർ സിറിയയിലേക്ക് ഓടിപ്പോയി. ആര്? ഈ പറഞ്ഞ കള്ളവാദികളൊക്കെ സിറിയയിലേക്ക് ഓടിപ്പോയി. അവൻ്റെ അനുയായികളും ചിതറിപ്പോയി. ഒരു യുദ്ധമൊക്കെ നടന്നാൽ പിന്നെ എന്തുണ്ടാകും? അവിടെ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റൂല. അങ്ങനെ കൈകൾ കെട്ടിയ നിലയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് ഈ കള്ളപ്രവാചകനെ ഉയൈന ബിൻത്ത് ഹിൻസിനെ തടവുകാരനാക്കി കൊണ്ടുവരപ്പെട്ടു. അതിനുശേഷം ഖാലിദ് സമൽ എന്ന സ്ത്രീയുടെ നേതൃത്വത്തിൽ ബുസാക്ക എന്ന സ്ഥലത്ത് ഒത്തുകൂടിയ വലിയൊരു സൈന്യത്തെ നേരിട്ടു. അവരും കള്ളപ്രവാചകയായി വാദിച്ച പെണ്ണായിരുന്നു. അള്ളാഹുവിൻ്റെ സഹായത്താൽ ഖാലിദ് റളിയല്ലാഹു അൻഹു അവരെയും പരാജയപ്പെടുത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഖാലിദ് ബിൻ വലീദ് എന്ന യുദ്ധതന്ത്രജ്ഞൻ്റെ നേതൃത്വത്തിൽ നടന്ന തുല്യതയില്ലാത്ത യുദ്ധങ്ങൾ ധാരാളമാണ്. നമ്മൾ ബദർ, ഉഹുദും, ഖന്തക്കും അല്ലെ, ഖൈബറും തബൂക്കും അല്ലെ, അങ്ങനെ നമുക്ക് കുറച്ച് യുദ്ധങ്ങൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ നമ്മുടെ മുമ്പിൽ അറിയുള്ളൂ. എന്നാൽ ഇസ്ലാമിക ചരിത്രത്തിൽ എത്രയെത്ര യുദ്ധങ്ങൾ ഒരിക്കലും എന്തല്ല, ഇസ്ലാം ഏതെങ്കിലും ആളുകളെ ആക്രമിക്കലല്ല, ഇസ്ലാമിനെ ആക്രമിക്കുകയും ഇസ്ലാമിനെ നാശമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരെ പ്രതിരോധിക്കലാണ് അവിടെയൊക്കെ നടന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുമ്പോൾ ആ രാഷ്ട്രത്തിന് വ്യത്യസ്തങ്ങളായ യുദ്ധ രൂപങ്ങളാണ്. ഒരു രാഷ്ട്രമാകുമ്പോൾ അവിടെ ആ രാഷ്ട്രത്തെ രക്ഷിക്കാൻ എന്തുണ്ടാകേണ്ടി വരും? ചിലപ്പോൾ ചില ആളുകളെ അങ്ങോട്ട് കയറി എന്ത് ചെയ്യേണ്ടി അങ്ങോട്ട് കയറി ആക്രമിക്കേണ്ടിയൊക്കെ വരും. അത് രാജ്യത്തിൻ്റെ സുരക്ഷയാണ് അവിടെയൊക്കെ ഉള്ളത് എന്നുകൂടി നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഇവിടെ കൂട്ടത്തിൽ ചേർത്ത് പറയേണ്ടത്, ഇസ്ലാമിക രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ ഒരിക്കലും കുറ്റം പറയാൻ ഒരു വിശ്വാസിക്ക് പാടുള്ള കാര്യമല്ല. കുറ്റം പറയാൻ പാടില്ല. അയാളെന്താ അങ്ങനെ ചെയ്തേ? നമ്മുടെ ചിന്തയിൽ ചിലപ്പോൾ എന്തായിരിക്കും? അത് തെറ്റായ ഒരു ധാരണയായിരിക്കും, ആ ചെയ്തത് ശരിയല്ല എന്നായിരിക്കും. എന്നാൽ ഒരു ഭരണഘടന, ഒരു ഭരണകൂടം എന്ന നിലയിൽ അവരെ കുറ്റം പറയാൻ ചിലപ്പോൾ വകുപ്പുണ്ടാകൂല. കാരണം എന്താണ്? അവർ ശ്രദ്ധിക്കുന്നതും എല്ലാവരും ഭരണകർത്താക്കളുടെ നേരെ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? നാടിൽ പ്രശ്നങ്ങളുണ്ടാകും. അവിടെ ശത്രുക്കൾക്ക് ആ നാടിനെ ആക്രമിക്കാൻ വളരെ എളുപ്പമായിരിക്കും.
അല്ലെ, ആ നാടിൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ വിഷയത്തിൽ നിലനിൽക്കുന്ന ഒരു ഭരണകർത്താക്കൾക്ക് നേരെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അക്രമം അയച്ചുവിടാൻ പാടില്ല. എന്നാലോ ആ നാടിൻ്റെ ഭരണ കാര്യങ്ങളിൽ ഒന്നും ശ്രദ്ധിക്കാത്ത, അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താത്തൊരു വിഭാഗമാണെങ്കിലോ അവരോട് നേരിടുന്നതിൽ പ്രശ്നമില്ല. എന്നാൽ എല്ലാ നിലക്കും സുരക്ഷ ഉറപ്പുവരുത്തുകയും അതിനുവേണ്ടി നിൽക്കുകയും ചെയ്യുന്ന ഭരണകർത്താക്കളെ, അവരെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ വാചകങ്ങൾ കൊണ്ട് കുറ്റം പറയുകയോ മോശക്കാരായി ചിത്രീകരിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ഒന്നും പറ്റിയില്ലെങ്കിൽ മൗനം പാലിക്കുക എന്നതാണ് അവിടെയുള്ള ഈമാൻ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട്, സോഷ്യൽ മീഡിയക്ക് ഒരു അൽഗോരിതമുണ്ട്, അത് നമ്മൾ പഠിക്കാതിരുന്നിട്ടുകൂടാ. ചാട്ടുളി പ്രയോഗിച്ച് കൊന്നു എന്നൊക്കെ പറയണത് അവിടെയാണ്. അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, ഇസ്ലാമിനും അപ്പുറത്താണ്. നമ്മൾ പറഞ്ഞ് കൊണ്ടുവന്ന വിഷയം എന്തായിരുന്നു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലത്ത് ധാരാളം കള്ളപ്രവാചകന്മാരും അതേപോലെ തന്നെ മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടായി. അവരുമൊക്കെയായിട്ട് എന്ത് ചെയ്തു? ശക്തമായ നിലയിൽ ധാരാളം സൈന്യങ്ങളെ വിന്യസിപ്പിച്ച് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരൊക്കെ നേരിട്ടു. അതിൽ സൈന്യത്തിൻ്റെ നേതൃത്വ സ്ഥാനത്ത് എപ്പോഴും ഉണ്ടായിരുന്ന സ്വഹാബിയാണ് ആര്? ഖാലിദ് ബിനു വലീദ് റളിയല്ലാഹു അൻഹു. ഖാലിദ് ബിനു വലീദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അങ്ങനെ ഈ ചരിത്രം, അതേ വർഷം തന്നെയാണ് വ്യാജ പ്രവാചകനായ അൽ അസ്വദ് അൽ അൻസിയെ എന്ത് ചെയ്ത് വധിക്കപ്പെടുന്നത്. ധാരാളം പിന്നീട് ഹിജ്റയുടെ 12-ാം വർഷം ആരംഭിച്ചു. ആ വർഷം യമാമ യുദ്ധത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ 11-ന് വഫാത്തായി. ഒരു വർഷത്തോളം അങ്ങനെ പോയി. 12-ാം വർഷമായപ്പോൾ യമാമ യുദ്ധത്തിൽ, ഏത് യുദ്ധത്തിലാണ്? യമാമ യുദ്ധത്തിൽ ധാരാളം ഖുർആൻ മനഃപ്പാടമാക്കിയ സ്വഹാബികൾ, ഖാരിഈങ്ങൾ ഷഹീദായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് ഖുർആൻ വിവിധ രേഖകളിൽ നിന്ന്, അഥവാ കല്ലുകളിൽ എഴുതിയത്, തോലുകളിൽ എഴുതിയത്, തകടിലുകളിൽ എഴുതിയത് മുതലായവ ഒക്കെ ശേഖരിച്ചിട്ട് എന്ത് പറഞ്ഞു? ഒരു ഗ്രന്ഥമായി സമാഹരിക്കാൻ നിർദ്ദേശിച്ചു. നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ അതിൻ്റെ അവസാന ഭാഗത്ത് ഖുർആനിൻ്റെ ക്രോഡീകരണം നമ്മളിങ്ങനെ ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? കാലത്ത് ഇങ്ങനെ ഒരുമിച്ച് ക്രോഡീകരിക്കപ്പെട്ടൊരു രൂപത്തിലുണ്ടായിട്ടില്ല. ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രവാചകൻ കുനൂത്ത് 2 മാസത്തോളം എന്ത് ചെയ്തു? അടുപ്പിച്ച് കുനൂത്ത് ചൊല്ലി. അത് സുബൈക്ക് മാത്രമല്ല, ഖനത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ, പ്രവാചകൻ കുനൂത്ത് ആരംഭിച്ചു. എപ്പോൾ? ആ ചതിച്ച് പ്രവാചകൻ്റെ അടുക്കൽ വന്ന് ഞങ്ങൾക്ക് ദീൻ പഠിക്കാൻ വേണ്ടി കുറച്ച് ആളുകൾ വിട്ടു നൽകണമെന്ന് പറഞ്ഞ് പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്ത് ചെയ്തു? അവിടുത്തെ അനുചരന്മാരെ, ദീൻ അറിയുന്ന ഖുർആൻ പഠിച്ച അനുചരന്മാർ പറഞ്ഞു വിട്ടു. അങ്ങനെ അവർ കൊണ്ടുപോയി ചതിച്ചു കൊന്നു. ഇത് വഹയിലൂടെ പ്രവാചകൻ അറിഞ്ഞു സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അവിടെ നിന്ന് എന്ത് ചെയ്തു? പിന്നീട് ഈ ശത്രുക്കൾക്കെതിരെ പ്രാർത്ഥിച്ചു. അത് സുബഹിക്ക് പ്രാർത്ഥിച്ചു, ളുഹറിന് പ്രാർത്ഥിച്ചു, അസറിന് പ്രാർത്ഥിച്ചു, മഗ്‌രിബിന്, ഇശാക്ക്, അങ്ങനെ എല്ലാ വക്തിനും. പ്രത്യേകം ഒരു വക്തിനായിട്ടുള്ള പ്രാർത്ഥനയില്ല. ചില ഇടങ്ങളിലൊക്കെ നാസിലത്തിൻ്റെ കുനൂത്ത് എടുക്കുന്നത് സുബഹിക്ക് മാത്രം ആയി കാണാൻ സാധിക്കാറുണ്ടായിരുന്നു. ചോദിക്കുമ്പോൾ പറയുന്നത് നാസിലത്തിൻ്റെ കുനൂത്താണ്. ഒരു വക്തിന് മാത്രമായിട്ട് എന്തില്ല? നാസിലത്തിൻ്റെ കുനൂത്തില്ല. എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഏതാണ്? അത് മദ്ഹബുകളാണ് അവർ പറയുക, മദ്ഹബുകളാണ്. ഇതാ സൊഹല ഹദീസി ഫഹുവ മദ്ഹബി. ഹദീസ് സ്വഹീ ആയാൽ അതെൻ്റെ മദ്ഹബ് എന്നാണ് ഇമാമിങ്ങൾ മുഴുവൻ എന്ത് ചെയ്തത്? പറഞ്ഞു വെച്ചത്. എന്നാൽ ഇവിടെയൊന്നും എന്തില്ല? ഒരു സ്വഹീഹായ ഹദീസും ഇവർക്ക് കൊണ്ടുവരാൻ സാധ്യമല്ല, ഒരാൾക്കും കൊണ്ടുവരാൻ സാധ്യമല്ല. അപ്പോൾ ഹദീസുകളെ പഠിക്കുന്നിടത്തും അതിൻ്റെ സ്വഹീ അല്ലാതിരിക്കുമ്പോൾ ഒരു അമൽ ചെയ്യാൻ പാടില്ല എന്നതും നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി ബോധ്യപ്പെട്ടാൽ ഇതൊന്നും എന്ത് ചെയ്യില്ല, കടന്നു വരുന്നൊരവസ്ഥ ഉണ്ടാവുകയില്ല. അപ്പോൾ അങ്ങനെ ആ സമയത്ത് എന്ത് ചെയ്തു? ഗ്രന്ഥമായി സമാഹരിച്ചു. അതേ വർഷം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ ഇറാഖിലേക്ക് സൈന്യം പുറപ്പെട്ടു. അങ്ങനെ ഹീറയുമായി സമാധാന ഉടമ്പടി ഉണ്ടായതിന് ശേഷം ഇറാഖിൽ നിന്ന് ആദ്യ ജിസിയ എന്ന് പറഞ്ഞാൽ നികുതി എന്ത് ചെയ്തു? അബൂബക്കർ സിദ്ദീഖ് തൻ്റെ അടുക്കിലേക്ക് എത്തി. അപ്പോൾ ഇറാഖിൽ നിന്ന് അവരെന്ത് ചെയ്തു? അവരുമായി ധാരണയിലായി. അവർ ജിസിയ കൊടുക്കാമെന്ന് പറഞ്ഞു, നികുതി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ താമസിച്ചോളാൻ അനുവാദം നൽകി. ആ ജിസിയ എന്ത് ചെയ്തു? ഏർപ്പാട് ചെയ്യുന്ന അവസ്ഥയുണ്ടായി. ഖാലിദ് റളിയല്ലാഹു അൻഹു പേർഷ്യൻ ഭരണാധികാരികൾക്ക് ഒരു കത്തയച്ചു.
അതിൽ അവർക്ക് ഇസ്ലാം സ്വീകരിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ജിസിയ നൽകുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേർഷ്യയിൽ ജീവിക്കാം. എങ്ങനെ? ഒന്നില്ലെങ്കിൽ ഇസ്ലാം സ്വീകരിക്കണം, അപ്പോൾ ഒന്നും വേണ്ട. അല്ലെങ്കിലോ ജിസിയ നൽകിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ജീവിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ യുദ്ധത്തിന് തയ്യാറാകണം. ഇതിലൊന്നും നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ എന്താണ്, നിങ്ങളുമായി യുദ്ധമാണ് അടുത്തത് ഓപ്ഷനുള്ളൂ. ഒറ്റടിക്ക് യുദ്ധം എന്നല്ല പറയാം. പിന്നെ ഒന്നിൽ ഇസ്ലാം സ്വീകരിക്കുക, അല്ലെങ്കിലോ നിങ്ങൾ ജീവിക്കുന്നതിൻ്റെ നികുതി നൽകാം, അല്ലെങ്കിലോ യുദ്ധം ചെയ്യാൻ തയ്യാറാവുക. ഈ വർഷത്തിൽ നടന്ന പ്രധാന യുദ്ധങ്ങൾ ധാരാളം നമുക്ക് വായിക്കാൻ സാധിക്കും. എന്താണ്? ദാത്തു സലാസിൽ എന്ന് പറയുന്നൊരു യുദ്ധം ഈ സമയത്ത് നടന്നിട്ടുണ്ട്. അൽ സന്ധി എന്ന് പറയുന്ന ഒരു യുദ്ധം നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഉലൈസ് എന്ന് പറയുന്ന യുദ്ധം നടന്നിട്ടുണ്ട്. ഇതൊക്കെ ആ യുദ്ധത്തിലാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അള്ളാഹു എനിക്ക് വിജയം നൽകിയാൽ അവരുടെ രക്തം കൊണ്ട് ഞാൻ ഒരു നദി ഒഴുക്കും എന്ന് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറയാണ്. അഥവാ അത്ര ശത്രുക്കൾ അപ്പുറത്തുള്ള, വളരെ ദുർബലമായ മുസ്ലിമീങ്ങൾ ഇപ്പുറത്തുള്ള സമയങ്ങളിലൊക്കെ യുദ്ധങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്, വിജയം നൽകിയിട്ടുണ്ട് എന്നതാണ് ഇവിടെയൊക്കെ പഠിപ്പിക്കുന്നത്. ഞാനിത് ഒന്നിങ്ങനെ ചുരുക്കി നമ്മളിങ്ങനെ പതുക്കെ അവസാനിപ്പിക്കണം. ധാരാളം ചരിത്രങ്ങൾ ഇനിയും പറയാൻ നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, ശരിയാവില്ല. ഞാൻ ഇൻഷാ അല്ലാഹ് ഈ പറയുന്ന ചരിത്രങ്ങളെ മലയാളീകരിച്ചിട്ട് ഒരു ലിസ്റ്റ് ആക്കുന്നുണ്ട്. അത് ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടി ഒന്നും കൂടി വായിക്കാൻ. ഇപ്പോൾ ഈ പറഞ്ഞ ചരിത്രങ്ങളൊക്കെ മനസ്സിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. മൊത്തത്തിൽ എന്ത് മനസ്സിലായി? ഞാൻ ഉദ്ദേശം ഇത്രേ ഉള്ളൂ. ഇത് വായിക്കുമ്പോഴും എൻ്റെ മനസ്സിലുള്ള ഉദ്ദേശം എന്താണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്ത് സുഖിച്ചൊരു ഭരണം നടത്തിയ സഹാബി അല്ല ആര്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എന്നും ധാരാളം ഫിത്നകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായി എന്നും കള്ളപ്രവാചകന്മാർ അധികമായി എന്ത് ചെയ്തു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്ത് ഉണ്ടായി എന്നും അവരുമായി സന്ധിയില്ല സമരം നടത്തിയാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എന്നും അതേപോലെ തന്നെ സക്കാത്ത് തരുകയില്ല എന്ന് പറഞ്ഞവരോട് എന്ത് ചെയ്തു, യുദ്ധം പ്രഖ്യാപിച്ചു എന്നും. ഇതൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് ഈ ചരിത്രങ്ങളിൽ നിന്ന് മൊത്തത്തിൽ വായിക്കാൻ സാധിക്കണം. ഹിജ്റയുടെ 13-ാം വർഷം ആരംഭിച്ചു. ആ വർഷത്തിലാണ് പ്രശസ്തമായ യർമൂക്ക് യുദ്ധം നടക്കുന്നത്. യർമൂക്ക് യുദ്ധമൊക്കെ കേട്ടിട്ടുണ്ട്. യർമൂക്ക് യുദ്ധം നടന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു മുസ്ലിം സൈന്യത്തെ ഷാമിലേക്ക് അയച്ചപ്പോൾ റോമൻ ചക്രവർത്തിയായ ഹിർക്കൽ വിവരം അറിഞ്ഞു. അദ്ദേഹം തൻ്റെ ജനങ്ങളോട് ഷാമിൻ്റെ നികുതിയുടെ പകുതി മുസ്ലിങ്ങൾക്ക് നൽകി സമാധാനം ചെയ്യാം എന്ന് നിർദ്ദേശിച്ചു. പക്ഷേ അവർ അത് അംഗീകരിച്ചില്ല. എന്ത് ചെയ്തു? റോമൻ സാമ്രാജ്യം വലിയ സൈന്യത്തെ ഒരുക്കി. ഓരോ മുസ്ലിം സൈന്യാധിപനെയും നേരിടാൻ ഓരോ വലിയ സൈന്യവും നിയോഗിച്ചു. അങ്ങനെ അവരുടെ ആകെ സൈനിക സംഖ്യ ഏകദേശം 2,40,000 മുസ്ലിം സൈന്യം 36,000 മുതൽ 40,000 വരെയായിരുന്നു. അപ്പുറത്ത് 2,40,000 പേരും ഇപ്പുറത്ത് 30,000-40,000 അതിനിടയിലുള്ള കുറഞ്ഞ ആളുകൾ മാത്രമായിരുന്നു ഇപ്പുറത്ത് സൈന്യത്തിലുണ്ടായിരുന്നത്. അന്ന് ഖാലിദ് റളിയല്ലാഹു അൻഹു ഇറാഖിലായിരുന്നതിനാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഷാമിലേക്ക് വിളിച്ചു വരുത്തി അവിടെയുള്ള മുഴുവൻ മുസ്ലിം സൈന്യത്തിൻ്റെയും പരമാധികാരിയായി നിയമിച്ചു. ഇപ്പോഴും ഖാലിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ യുദ്ധതന്ത്രം അത് ഉഹുദിൽ മുശ്രിക്കുകളുടെ കൂട്ടത്തിലായിരുന്നു. ഉഹുദിൽ അവിടെ മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ തന്ത്രം പ്രയോഗിച്ചതാരാണ്? അവിടെയും ഖാലിദ് റളിയല്ലാഹു അൻഹു ആണ്. എന്ത് ചെയ്തു? ഇവരൊക്കെ തിരിഞ്ഞു പോകുന്നു. കുന്നിൻ്റെ മുകളിലുള്ള ആളുകൾ ഇറങ്ങുന്നത് കണ്ടപ്പോൾ എന്ത് ചെയ്തു? ആ കുന്നിൻ്റെ പുറകിൽ നിന്ന് വന്ന് പെട്ടെന്ന് അറ്റാക്ക് ചെയ്താണ്. ഉഹുദിൽ നടന്ന സംഭവം. അതിൽ പ്ലാൻ ആരുടെയായിരുന്നു? ഖാലിദ് റളിയല്ലാഹു അൻഹു. ഭയങ്കര യുദ്ധതന്ത്രജ്ഞനാണ്, യുദ്ധത്തിൽ ഒരു മാഹിറാണ്, ഒരു നൈപുണ്യമുള്ള ആളാണ് ആര്? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ചരിത്രങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഈ വർഷത്തിൽ ഹിജ്റ ഏകദേശം 13-ൽ അദ്ദേഹം വഫാത്താകുന്നുണ്ട്. ഈ വഫാത്താകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അബ്ദുല്ലാഹ് ഇബ്നു അബി ഖുഹാഫ എന്നാണ്. ആരുടെ പേര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പേരെന്താണ്? അബ്ദുല്ലാ ഇബ്നു അബി അല്ലെ അബൂ ഖുഹാഫ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരെന്താണ്? ഉസ്മാൻ ബിൻത്ത് ആമിർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ യഥാർത്ഥ പേര്. അദ്ദേഹത്തിൻ്റെ വംശപരമ്പരയാണ് തൈം. എന്താണ്? ഗോത്രം. തൈം ഗോത്രമാണ് അദ്ദേഹത്തിൻ്റെ വംശപരമ്പര. അബൂ ഖുഹാഫ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അബൂ ഖുഹാഫയുമായിട്ട് വന്നു. അപ്പം എന്ത് ചെയ്തു? അപ്പോൾ താടി രോമങ്ങളൊക്കെ നരച്ചായിരുന്നു.
അള്ളാൻ്റെ റസൂൽ പറഞ്ഞു എന്ത് ചെയ്യുക, കറുപ്പല്ലാത്ത ചായം അതിന് കൊടുക്കാമെന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കി, കറുപ്പല്ലാത്ത കൊടുക്കാൻ പറഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ കറുപ്പൊക്കെ കൊടുക്കണേ. പ്രത്യേകിച്ച് പറഞ്ഞ വിഷയമാണ് എന്ത്, കറുപ്പല്ലാത്തത് കൊടുത്തോളീന്ന്. പിശാചിൻ്റെ ഒരു ഇടപെടലാണ് എന്ത്, അപ്പോൾ പിന്നെ കറുപ്പുമോലൊരു സ്നേഹം അല്ലേ, കറുപ്പിനോടുള്ള സ്നേഹം. ഫിഖിൻ്റെ മസാലകളിൽ ചില സമയത്തൊക്കെ കറുപ്പ് കൊടുക്കാം എന്നുള്ള മസാലകളൊക്കെ കാണാം. എന്നാൽ കൂടി പ്രത്യക്ഷമായ ഹദീസിൻ്റെ അർത്ഥത്തിൽ എന്താണ് ഉള്ളത് കൊണ്ട് പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, അത് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇപ്പോൾ ചെറുപ്പക്കാർ പിള്ളേർ ചോദിക്കുന്നുണ്ട് കറുപ്പല്ലാത്ത കൊടുക്കാൻ പറ്റുമെന്ന്. പച്ചയും നീലും മഞ്ഞയൊക്കെയാണല്ലോ ഒരു തലയിൽ കാണുന്നത്. അല്ലെങ്കിൽ എന്താണ് അവരിപ്പോൾ നരപ്പിച്ചടക്കാൻ വേണ്ടി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പക്കാർ പിള്ളേരെ അവർക്കാണ് ഇപ്പോൾ നേരെയൊക്കെ ഭയങ്കര ഇഷ്ടം. എന്താ കാരണം? അതൊരു ഫാഷനാണ്, അത് തോന്നിവാസികളായ കുട്ടികൾ ചെയ്യുന്നതാണ്. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അത് നമുക്ക് പറ്റൂല. അത് മറ്റൊരു ഹദീസും ബന്ധപ്പെട്ട് എന്ത് ചെയ്യും, അത് പാടില്ല എന്നും പറയേണ്ടി വരും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ചില കുട്ടികളൊക്കെ സംശയം ചോദിക്കലുണ്ട്, അതുകൊണ്ടാണ് ഈ പറയാനുള്ള കാരണം. എന്തായിരുന്നാലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ധാരാളം പ്രത്യേകതകൾ പറഞ്ഞപ്പോൾ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച ആദ്യ പുരുഷനാണ്. ഖുർആൻ ഒരുമിച്ച് ശേഖരിക്കാൻ ആദ്യമായി ഉത്തരവിട്ട വ്യക്തിയാണ്. ഖുർആൻ സമാഹാരത്തിന് മുസ്ഹഫ് എന്ന് ആദ്യമായി വിളിച്ചതാരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഖലീഫ, പ്രവാചകൻ്റെ പിൻഗാമി എന്ന പേരിൽ ആദ്യമായി അറിയപ്പെട്ടത് അദ്ദേഹമാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വഫാത്തുമായി ബന്ധപ്പെട്ട ചില അവസാന ഭാഗങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ 13-ാം വർഷം ജമാദുൽ ആഖിർ 22 വരെ നീണ്ടുനിന്ന 2 വർഷവും 3 മാസവും 9 ദിവസവുമായിരുന്നു അദ്ദേഹത്തെ ഖിലാഫത്ത്. എന്താണ്? 2 വർഷവും 3 മാസവും 9 ദിവസവും. അപ്പോൾ ഇത്രയും വർഷത്തിനിടയിലാണ് ഈ സംഭവങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. വെറുതെ ഇരുന്നിട്ടില്ല. വെറുതെ ഇരുന്നിട്ടില്ല. ചരിത്രം മുഴുവൻ, അല്ലെങ്കിൽ ആ ചരിത്രങ്ങളിലും ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളിലും നാട്ടിലുണ്ടായ ദീനെതിരെയുള്ള ഫിത്നകളും ഒക്കെ എന്ത് ചെയ്തു, പ്രതിരോധിക്കുന്നിടത്ത് സജീവമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ച ഒന്നാമത്തെ പുരുഷൻ, ഹിജ്റ പോയ വ്യക്തി, നമസ്കാരത്തിലും ഹജ്ജിലുമെല്ലാം നബിയെ പ്രതിനിധീകരിച്ച വ്യക്തി, നബിയുടെ ഉമ്മത്തിൽ ഒന്നാമത്തെ ഖലീഫ, ഇങ്ങനെയൊക്കെയുള്ള ബഹുമതികൾ ആർക്കുണ്ട്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഉണ്ട്. ഹിജ്റ 13 ജമാദുൽ ആഖിറിൽ ഒരു തിങ്കളാഴ്ച ദിവസം 63-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു. അള്ളാഹിൻ്റെ റസൂലിൻ്റെ അതേ പ്രായം. ആയിഷ റളിയല്ലാഹു പറയുന്നുണ്ട്, ഖാല അലി അബൂബക്കർ, എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞു, അയ്യ യൗമിൻ തുവഫി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏത് ദിവസം നബി മരിച്ചത് ചോദിക്കാണ്. ഏത് ദിവസമാണ് നബി വഫാത്തായത്? കുൽത്തു, ഞാൻ പറഞ്ഞു യൗമുൽ ഇസ്നൈൻ, തിങ്കളാഴ്ചയാണ്. യൗമുൽ അഹദ് എന്ന് പറഞ്ഞ ഏതാ? ഞായറാഴ്ച. യൗമുൽ ഇസ്നൈൻ തിങ്കളാഴ്ചയാണ്. ഖാല ഇന്നി അർജു അൻ അമൂത ഫീഹി ഫമാത ഫീഹി, ഞാൻ ആഗ്രഹിക്കുന്നു തിങ്കളാഴ്ച മരിക്കാൻ. അങ്ങനെ അദ്ദേഹം തിങ്കളാഴ്ച മരിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കേ, പ്രവാചകൻ മരിച്ച ദിവസം പോലും മരിക്കണം എന്ന് ആഗ്രഹിച്ച സ്വഹാബത്ത് അല്ലേ? നമ്മളോടൊരു ചെറിയ ആ താടിയൊന്നും കിട്ടാൻ പറഞ്ഞിട്ട് നമുക്ക് പറ്റൂല. ആ നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കാൻ പറ നമുക്ക് പറ്റൂല. നമുക്ക് എന്തൊക്കെ പറ്റാത്തത്. ഇവിടെ നിന്ന് പ്രവാചകൻ വഫാത്തായ ദിവസം പോലും വഫാത്താകാൻ കൊതിച്ചു പോയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ കാണുകയാണ്. ചരിത്രത്തിലേറെ തുല്യത ഇല്ലാത്ത അല്ലേ ആ സഹാബിയുടെ ജീവിതത്തെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കിവിടുന്ന് കിട്ടേണ്ടത് എന്താണ്? നമുക്കിവിടുന്ന് കിട്ടേണ്ടത് ആ ജീവിതത്തെ നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹം മലക്കൊന്നും ആയിരുന്നില്ല, ജിന്നും ആയിരുന്നില്ല, മനുഷ്യനായിരുന്നു. അദ്ദേഹം ഇത്ര അധികം ജീവിതത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും എന്ത് ചെയ്യാൻ പറ്റും? ശ്രദ്ധിക്കാൻ പറ്റുമെന്നുള്ള ഒരു മെസ്സേജ് ഈ ഒരു ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക. ആ ഒരു ചിന്തയും ആ ഒരു ശ്രദ്ധയും നമുക്കുണ്ടാവുക, ആ നിലക്ക് ജീവിക്കാൻ നമുക്ക് പറ്റണം എന്നതാണ് ഈ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടേണ്ട കാര്യം എന്ന് ഓർമ്മപ്പെടുത്താണ്. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി ശ്രദ്ധിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മക്കളുടെ പേര് 3 ആൺമക്കളായിരുന്നു. അബ്ദുള്ള, അബ്ദുറഹ്മാൻ, മുഹമ്മദ്. ഈ 3 ആൺമക്കളും വസലാസു മിനൽ ഇനാസ്, 3 പെൺമക്കളായിരുന്നു. അസ്മാ, ആയിഷ, ഉമ്മു കുൽസൂം. ആരാണ്? അസ്മാ, ആയിഷ, ഉമ്മു കുൽസൂം. ഇങ്ങനെയുള്ള പേരുകളായിരുന്നു. നമുക്കാണ് അബ്ദുള്ള എന്നിടാൻ മടി, നമുക്കാണ് അബ്ദുറഹ്മാൻ എന്നിടാൻ മടി, നമുക്കാണ്. അതൊക്കെ പ്രായമുള്ളൊരു പേരല്ലേ എന്നാണ്. കുട്ടി വലുതാവുമ്പോൾ പ്രായമാണ്, ചെറുപ്പമല്ല അല്ലേ? അബൂബക്കർ ഒക്കെ വലിയ ആൾക്കാരുടെ പേരല്ലേ എന്നാണ്. ഈ കുട്ടി പിന്നെ ചെറുതാവുമ്പോൾ അല്ലേ ചില ആളുകളൊക്കെ പറയുമ്പോൾ
ചില ആളുകൾക്ക് മെസ്സേജ് അയക്കും, ആൺകുട്ടിയാണ് ഒരു നല്ല പേര് പറഞ്ഞതെന്ന് പറയും. നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിൽ ആരെങ്കിലും പേര് പറയും, ആ പേരൊന്നും വേണ്ട, ആ പേരൊന്നും വേണ്ട. അപ്പം ഞാൻ പറയും ഞങ്ങളിട്ടോ, പിന്നെ എൻ്റെ അടുത്ത് ചോദിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളിട്ടോ, അതാണ് നല്ലത്. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേര് നിങ്ങൾക്കെല്ലാം അറിയാം. ഞാൻ പറഞ്ഞത് എന്താണ്, അർത്ഥവും പക്വതയുള്ള പേരാണ്, കേട്ടാൽ ഒരു ചരിത്രം ഓർമ്മിക്കാൻ പറ്റിയ പേരാണ്. സുമയ്യ എന്ന് പറയുമ്പോൾ നമുക്ക് സുമയ്യ റളിയല്ലാഹുവിൻ്റെ ചരിത്രം ഓർമ്മ വരും അല്ലേ. അതുപോലെ യഹിയ എന്ന് പറയുമ്പോൾ യഹിയ പ്രവാചകൻ്റെ ചരിത്രം ഓർമ്മ വരും. ഇങ്ങനെ ഓരോ ഓർമ്മ വരുന്ന ചരിത്രങ്ങളിലുള്ള പേരുകളിടാൻ ശ്രദ്ധിച്ചാൽ എന്ത് ചെയ്യും, കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക സ്വഹാബികളുടെ ചരിത്രം ഇൻഷാ അള്ളാഹ് പറഞ്ഞതും കേട്ടതുമൊക്കെ മനസ്സിലാക്കാനും ചരിത്രങ്ങളിൽ നിന്ന് ഈമാൻ ഉൾക്കൊണ്ട് ജീവിതത്തിൽ ഈമാനികമായി ജീവിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. കുറവുകൾ ധാരാളമുണ്ട് നമുക്ക്, അള്ളാഹു ആ കുറവുകളൊക്കെ നികത്തി തരുമാറാകട്ടെ. ചെയ്തു പോയ അപാകതകൾ അള്ളാഹു പുറത്ത് നന്മകളിൽ മുന്നേറാൻ അള്ളാഹു നമുക്ക് അവസരങ്ങളും തൗഫീഖും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അറിവും വിജ്ഞാനവും അമലും അള്ളാഹു കൂട്ടി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും അസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.